ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് എന്താണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു. ദെൻ ഇൻകം ടാക്സിൻ്റെ രണ്ട് കോമ്പണൻസ്, കറണ്ട് ടാക്സ് എന്താന്ന് പറഞ്ഞു, ഡെഫേർഡ് ടാക്സ് എന്താന്ന് പറഞ്ഞു, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ജേണൽ എൻട്രീസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്തു. ദെൻ കറണ്ട് ടാക്സിൽ തന്നെ കറണ്ട് ടാക്സ് അസറ്റ് ഉണ്ട്, കറണ്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ട്. ഡെഫേർഡ് ടാക്സിലും അതെ, ഡെഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ട്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ട്. ദെൻ കറണ്ട് ടാക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന, അതുപോലെ ഡെഫേർഡ് ടാക്സുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബേസിക് കോൺസെപ്റ്റ്സുകൾ എന്താന്ന് പറഞ്ഞു. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്തു. എങ്ങനെയാണ് ടാക്സ് ചാർജ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് കറണ്ട് ടാക്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കറണ്ട് ടാക്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈവൻ കറണ്ട് ടാക്സ് എക്സ്പെൻസസ് ആയിക്കോട്ടെ, കറണ്ട് ടാക്സ് ഇൻകം ആയിക്കോട്ടെ, ആ ഐറ്റംസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണത് നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ദെൻ കറണ്ട് ടാക്സ് ലയബിലിറ്റി നമുക്കറിയാം, നമ്മൾ അൺപെയ്ഡ് ചെയ്തിട്ടുള്ളത്, അതായത് ടാക്സ് അതോറിറ്റീസിന് ഇനി കൊടുക്കാനുള്ള എമൗണ്ട്, അൺപെയ്ഡ് ടു ടാക്സ് അതോറിറ്റീസ്, നമ്മൾ ഇനി കൊടുക്കാനുള്ളതാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് എക്സീഡ്സ് ദ എമൗണ്ട് ഡ്യൂ ആയ എമൗണ്ടിനേക്കാൾ നമ്മൾ കൂടുതൽ പേ ചെയ്തിട്ടുള്ളത്, ഓൾറെഡി നമ്മൾ അധികം പേ ചെയ്തിട്ടുള്ള എമൗണ്ട്, അതാണ് കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കഗ്നിഷൻ ഓഫ് കറണ്ട് ടാക്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ് കറണ്ട് ടാക്സ് എക്സ്പെൻസസ് ആണെങ്കിലും അതുപോലെ തന്നെ കറണ്ട് ടാക്സ് ഇൻകംസ് ആണെങ്കിലും അത് റെക്കഗ്നൈസ് ചെയ്യണത്. കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് അതോറിറ്റീസിന് നമ്മൾ ഇനി കൊടുക്കാനുള്ളതാണ്. എന്നാൽ കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ആയ എമൗണ്ടിനേക്കാൾ കൂടുതൽ നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുള്ളതിനെയാണ് കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതും മെൻഷൻ ചെയ്തിട്ടുള്ളതുമാണ്. ഇനി ടാക്സ് ബേസ് എന്ന് പറയുന്നതാണ് അടുത്തൊരു സംഗതി. ടാക്സ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് ബേസ് ഓഫ് എൻ അസറ്റ്, ഒരു അസറ്റിന്റെ ടാക്സ് ബേസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അസറ്റിന്റെ ഇക്കണോമിക് ബെനഫിറ്റ് അത് ടാക്സബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ഇക്കണോമിക് ബെനഫിറ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് ടാക്സ് ബേസ്. ഒരു അസറ്റ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ്, ആ അസറ്റിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റണത് ടാക്സ് പർപ്പസിന് വേണ്ടി, ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് എത്ര എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എത്ര പൈസ കുറയ്ക്കാൻ വേണ്ടി പറ്റും, ആ കുറയ്ക്കുന്ന എമൗണ്ടിനെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഇനി ആ അസറ്റിന്റെ ഇക്കണോമിക് ബെനഫിറ്റ് ടാക്സബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ, അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയാണോ, അതാണ് ടാക്സ് ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ ടാക്സ് ബേസ് എന്താന്നുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ടാക്സ് ബേസ് ഓഫ് എൻ അസറ്റ് ഈസ് ദ എമൗണ്ട് that will be deductible for tax purposes against any taxable economic benefit that will flow to an entity when the carrying amount of the asset is recovered. ഒരു അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് റിക്കവർ ചെയ്യപ്പെടുമ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക്, കമ്പനിയിലേക്ക് വരുന്ന ഇക്കണോമിക് ബെനഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലോ അത് ടാക്സബിൾ ആണെങ്കിൽ ആ ടാക്സബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിന് എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ, ഡിഡക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് ടാക്സ് ബേസ്. ഇനി ആ ഇക്കണോമിക് ബെനഫിറ്റ്സ് ടാക്സബിൾ അല്ല ആ അസറ്റിന് കിട്ടണത് എന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാരിയിങ് എമൗണ്ട് തന്നെയാണ് അതിന്റെ ടാക്സ് ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഓൾറെഡി നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യത്തെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മെഷീന് 100 രൂപ ഉണ്ട് കോസ്റ്റ്, പക്ഷേ അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് 80 രൂപയാണ് ബുക്ക് വാല്യൂ. കാരണം 100 രൂപയെന്ന് അതിന്റെ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 20 രൂപ ഡിഡക്ട് ചെയ്തിട്ടാണ് എന്ത് തന്നിട്ടുള്ളത്, മെഷീന്റെ ബുക്ക് വാല്യൂ തന്നിട്ടുള്ളത്. ദെൻ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഓൾറെഡി നമ്മുടെ കറണ്ട് ആൻഡ് പ്രയർ പീരീഡ്സിൽ ഓൾറെഡി ഡിപ്രീസിയേഷൻ ആയിട്ട് 30 രൂപ നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 70 രൂപയാണ്. അപ്പോൾ ഇനി അതിനൊന്നും കുറയ്ക്കാനില്ല.
ബിക്കോസ് അതിൻ്റെ ഇക്കണോമിക് ബെനിഫിറ്റുകളൊന്നും ഇനി ടാക്സ് ചെയ്യാനില്ല. ഓൾറെഡി 30 രൂപ നമ്മൾ കുറച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഇനി അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് മാത്രമേ അതിലുള്ളൂ, 70 രൂപ. സോ അതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ 70 രൂപ തന്നെയാണ്. കാരണം ആ ഡിപ്രീസിയേഷൻ 30 രൂപ ഓൾറെഡി എടുത്തതാണ്. ഇനി ആ മെഷീൻ എന്ന് പറയുന്ന ഒരു അസറ്റിൽ നിന്ന് ഇനി ടാക്സ് ചെയ്യാനൊരു ബെനിഫിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ 70 രൂപ എന്ന് പറയുന്ന ക്യാരിയിങ് എമൗണ്ട് അത് തന്നെയാണ് അതിൻ്റെ ടാക്സ് ബേസ് ആയിട്ട് വരിക. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് റിസീവബിൾ ഹാസ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. The related interest revenue will be taxed on a cash basis. നമ്മുടെ കമ്പനിക്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു അസറ്റ് ഉണ്ട്, ഒരു കറണ്ട് അസറ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. Actually, the amount of interest is due, but not yet we received. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഇൻട്രസ്റ്റ് റിസീവബിൾ. കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടാനുണ്ട്. എത്രയാണ്? 100 രൂപ. ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 100 rupees ആണ്. ദെൻ അതിൽ വൺ മോർ തിങ് പറയുന്നുണ്ട്. ദ റിലേറ്റഡ് ഇൻട്രസ്റ്റ് റവന്യൂ വിൽ ബി ടാക്സ്ഡ് ഓൺ എ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിലാണ് അത് ടാക്സ് ചെയ്യുക, ഇൻട്രസ്റ്റ് റവന്യൂ. അതായത് ഇൻട്രസ്റ്റ് റിസീവബിൾസ് കിട്ടിയാൽ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നുള്ളൂ? ടാക്സ് ചെയ്യുന്നുള്ളൂ. 1000 രൂപ കിട്ടാനുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനി കിട്ടുമ്പോഴാണ് അതിന് ടാക്സ് കൊടുക്കണ്ടു. അപ്പോൾ അറ്റ് പ്രസന്റ് അതിന്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? നിൽ അല്ലെങ്കിൽ 0 ആണ്. കാരണം അത് കിട്ടുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ടാക്സ് ചെയ്യണ്ടു. കാരണം ക്യാഷ് ബേസിസിലാണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ പറയണത് ട്രേഡ് റിസീവബിൾസ് ഹാവ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. The related revenue has already been included in taxable profit. ട്രേഡ് റിസീവബിൾസിന് 100 രൂപ അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ഉണ്ട്. ദെൻ റിലേറ്റഡ് റവന്യൂ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് റവന്യൂസ് ഒക്കെ ഓൾറെഡി ടാക്സബിൾ പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ക്യാഷ് ബേസിസിലെ അത് നമ്മൾ ടാക്സ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ആയിട്ടുള്ള 100 രൂപയാണ് അതിൻ്റെ ടാക്സ് ബേസ് ആയിട്ട് വരിക. നേരത്തെ നമുക്കറിയാം ഇൻട്രസ്റ്റ് റിസീവബിളിൽ പറഞ്ഞിട്ടുണ്ട് ക്യാരിയിങ് എമൗണ്ട് 100 ആണ്. പക്ഷേ ഇൻട്രസ്റ്റ് റവന്യൂ ടാക്സ് ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. കിട്ടിയാൽ മാത്രമേ ടാക്സ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഇൻട്രസ്റ്റ് റിസീവബിൾസിന്റെ ടാക്സ് ബേസ് നിൽ അല്ലെങ്കിൽ 0 ആയത്. ഇവിടെ ട്രേഡ് റിസീവബിൾസിന്റെ ക്യാരിയിങ് എമൗണ്ടും 100 rupees തന്നെയാണ്. അതിൻ്റെ റിലേറ്റഡ് റവന്യൂസ് ഒക്കെ ഓൾറെഡി ടാക്സബിൾ പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ക്യാഷ് ബേസിസിൽ കിട്ടിയാൽ മാത്രമേ ടാക്സ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രേഡ് റിസീവബിൾസിന്റെ ടാക്സ് ബേസ് വരുന്നത് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ആയിട്ടുള്ള 100 rupees ആണ്. Then finally, dividend receivables from a subsidiary have a carrying amount of ₹100. The dividend are not taxable. ഡിവിഡൻഡ് റിസീവബിൾസ് എന്ന് പറയുന്നത് 100 ആണ്. ഡിവിഡൻഡ് ടാക്സബിൾ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം നമ്മൾ ടാക്സ് ബേസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ടാക്സ് ബേസിൽ പറഞ്ഞിട്ടുണ്ടായത്? ഒരു അസറ്റിന് ഇക്കണോമിക് ബെനഫിറ്റ് ഉണ്ട്. ആ ഇക്കണോമിക് ബെനഫിറ്റ് ടാക്സബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ആണ് ടാക്സ് ബേസ്. അതുകൊണ്ട് ഇവിടെ ഡിവിഡൻഡിന്റെ കേസിൽ എന്താണ്? ഡിവിഡൻഡ് ആർ നോട്ട് ടാക്സബിൾ. ഡിവിഡൻഡ് ടാക്സബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇക്കണോമിക് ബെനഫിറ്റ് ടാക്സബിൾ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ആണ് ടാക്സ് ബേസ്. ഇവിടെ ഡിവിഡൻഡ് റിസീവബിൾസിന്റെ എമൗണ്ട് 100 rupees ക്യാരിയിങ് എമൗണ്ട്, ആ 100 rupees ആണ് ടാക്സബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് ഡിറ്റർമൈനിങ് ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി. ലയബിലിറ്റിയുടെ കേസിൽ എന്താ പറയണത്? ടാക്സ് ബേസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി ഈസ് ഇറ്റ്സ് ക്യാരിയിങ് എമൗണ്ട്സ് less any amount that will be deductible for tax purposes in respect of that liability in future periods. അതായത് ഒരു ലയബിലിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് നമ്മൾ അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയും. അപ്പം നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ ലയബിലിറ്റി 100 രൂപയാണ് കോസ്റ്റ്, അതൊന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 30 രൂപയുണ്ട്. അപ്പോൾ ആ 100 രൂപ ക്യാരിയിങ് എമൗണ്ടിന്ന് 30 രൂപ കുറച്ച് ബാക്കി 70 rupees ആയിരിക്കും അതിൻ്റെ ടാക്സ് ബേസ് ആയിട്ട് നമ്മൾ എഴുതാം. ദെൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എക്സാമ്പിൾ ആണ്
Current liabilities include accrued expenses with carrying amount of rupees 100. കറണ്ട് ലാബിലിറ്റീസിന് അക്രൂഡ് എക്സ്പെൻസസ് ആണ് കറണ്ട് ലാബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യത്തെ ഐറ്റം ഇവിടെ തന്നിട്ടില്ല നമ്മുടെ എക്സാമ്പിളിൽ. ദെൻ അക്രൂഡ് എക്സ്പെൻസസിന്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്, 100 റുപ്പീസ് ആണ്. The related expenses will be deducted for tax purposes on a cash basis. അതായത് ഇവിടെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 100 ആണ്, പക്ഷേ അത് ഡിഡക്ട് ചെയ്യുന്നത്, അതിൻ്റെ റിലേറ്റഡ് എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ് അത് ഡിഡക്ട് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താ, നില്ലാണ്. ക്യാഷ് ബേസിസിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ ഇവിടെ 0 അല്ലെങ്കിൽ നില്ലാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ, കറണ്ട് ലാബിലിറ്റീസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വിത്ത് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് rupees 100. നമുക്ക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മുടെ കമ്പനിക്ക് ഇൻട്രസ്റ്റ് മുൻകൂട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചത് എന്താണ്, ഒരു ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. ദെൻ ആ കറണ്ട് ലാബിലിറ്റീൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണ്, 100 രൂപയാണ്. ദ റിലേറ്റഡ് ഇൻട്രസ്റ്റ് റവന്യൂ വാസ് ടാക്സ്ഡ് ഓൺ എ ക്യാഷ് ബേസിസ്. ഇവിടെയും എന്ത് പറഞ്ഞിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റ് എക്സ്പെൻസസുകൾ അല്ലെങ്കിൽ മറ്റ് റവന്യൂസ് ഒക്കെ ടാക്സ് ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്, 0 അല്ലെങ്കിൽ നില്ലാണ്. കാരണം ക്യാഷ് ബേസിസിൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ് അത് എന്ത് ചെയ്യുന്നുള്ളൂ, ടാക്സ് ചെയ്യുന്നുള്ളൂ. ദെൻ ദ തേർഡ് എക്സാമ്പിൾ, കറണ്ട് ലയബിലിറ്റീസ് include accrued expenses with a carrying amount of rupees 100. The related expenses has already been deducted for tax purposes. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു ദി ഫസ്റ്റ് എക്സാമ്പിൾ വി ഓൾറെഡി ഡിസ്കസ്ഡ്. ആദ്യത്തെ എക്സാമ്പിളായിട്ട് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് അക്രൂഡ് എക്സ്പെൻസസ് വിത്ത് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് rupees 100. അവിടെയും ഇവിടെയും അക്രൂഡ് എക്സ്പെൻസസ് തന്നെയാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി. അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 100 ആണ്. ബട്ട് ആദ്യത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ട് റിലേറ്റഡ് എക്സ്പെൻസസ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ് എന്ന് പറഞ്ഞത്. എന്നാൽ തേർഡ് എക്സാമ്പിളിൽ എന്താ പറയണത്, ദ റിലേറ്റഡ് എക്സ്പെൻസസ് ഹാസ് ഓൾറെഡി ബീൻ ഡിഡക്റ്റഡ് ഫോർ ടാക്സ് പർപ്പസസ്. റിലേറ്റഡ് എക്സ്പെൻസസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിഡക്ട് ചെയ്തു. സോ ഇവിടെ അതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ആയിട്ടുള്ള 100 റുപ്പീസ് ആണ്. സോ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്രയും കോംപ്ലിക്കേറ്റഡോ കൺഫ്യൂസിങ് ആയിട്ടുള്ളതൊന്നുമല്ല. ക്യാഷ് ബേസിസിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ എടുക്കേണ്ട കാര്യമില്ല ആ ഒരു ഐറ്റം. ബിക്കോസ് അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഡിഡക്ട് ചെയ്യേണ്ടുള്ളൂ, ടാക്സബിൾ ആയിട്ടുള്ളൂ. സോ അത്തരം കേസസിലാണ് അതിൻ്റെ ടാക്സ് ബേസ് നില്ലായി വന്നിട്ടുള്ളത്. മറ്റ് കേസുകളിലാണ് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് തന്നെ ടാക്സ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ടാക്സ് ബേസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ദെൻ അതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞു കറണ്ട് ടാക്സ് എങ്ങനെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്താ, കറണ്ട് ടാക്സ് അസറ്റ് എന്താ, ദെൻ ടാക്സ് ബേസും ദെൻ അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് എക്സാമ്പിൾസും. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.